കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഈ ഷാഫിയും രാഹുലും അടങ്ങുന്ന ടീം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേതാക്കന്മാർ ഇവർക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സംഭവം ഉയർന്നു വന്നതിന് ശേഷം ഈ ഷാഫിയുടെ നേതൃത്വത്തിൽ ഒരു വാർ റൂം പ്രവർത്തിക്കുന്നു എന്നാണ് അവർക്കിടയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. ആ വാർ റൂമിൻ്റെ തലവനായി ഷാഫി ഇരിക്കുകയാണ്. എന്നിട്ട് രാഹുലിനെതിരായിട്ട് വരുന്ന അഭിപ്രായങ്ങൾ നോക്കും. വി.ഡി. സതീശൻ രാഹുലിനെതിരായി പറഞ്ഞോ, എന്നാൽ പിന്നെ സതീശനെയും വിടണ്ട, ചാമ്പിക്കോ എന്നാണ്. രാഹുലിനെതിരായിട്ട് ഏത് കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും ഏത് വനിതാ നേതാവ് പറഞ്ഞാലും അവർക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടത്തിക്കോ എന്ന ആഹ്വാനമാണ് ഈ ഷാഫിയുടെ വാർ റൂം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ചും ഗൗരവമായ അന്വേഷണം നടത്തണം. ഇവർക്ക് ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു എന്നും ആലോചിക്കണം. നേരത്തെ സാധാരണ നമ്മൾ പറയും, ഈ ഒരു ഉപമയാണ് മരണ വീട്ടിൽ നിന്ന് പോക്കറ്റ് അടിക്കുക എന്നുള്ളത്. മരണ വീട്ടിൽ നിന്ന് പോക്കറ്റ് അടിക്കുക എന്നുള്ളത് ഒരു പ്രയോഗമാണ്. അക്ഷരാർത്ഥത്തിൽ മരണ വീട്ടിൽ നിന്ന് പോക്കറ്റ് അടിച്ചവരാണ് യൂത്ത് കോൺഗ്രസ്സുകാർ. വയനാട് ദുരന്തമുണ്ടായി, നിരവധി ആളുകൾ മരിച്ചു വീണ ആ മരണ വീട്ടിൽ പോയിട്ട് വലിയ പ്രഖ്യാപനം നടത്തി, ജനങ്ങളെ പറ്റിച്ച് പണം പിരിച്ചു. ഒരൊറ്റ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടില്ല, വീടിൻ്റെ പണം മുഴുവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി. ബാംഗ്ലൂരിൽ കുറേ ആളുകളെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഗർഭചിത്രം നടത്തിയിട്ടുണ്ട്. അതിനെല്ലാമുള്ള പണം എവിടെയെന്ന് ചോദിച്ചാൽ ഇതാ വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മുൻനിർത്തി പിരിച്ച പണമാണ് അടിച്ചു മാറ്റിയത് എന്ന് കോൺഗ്രസിലെ തന്നെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ച് അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇവരുടെ ഈ കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. പ്രതിച്ഛായ നിർമ്മിച്ച് രക്ഷപ്പെടുത്താമെന്നാണ് ചില ആളുകൾ കരുതിയത്. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ റീൽസ് ഇട്ട് പറ്റിക്കാമെന്ന് കരുതണ്ട. കുറച്ച് സിനിമാ നടിമാരൊക്കെ ആ നിലയിൽ റീൽസ് അഭിനയിക്കാൻ കിട്ടുമായിരിക്കും. അങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഷാഫിയും ഇയാളും ഒരു ജനപ്രിയനാണ് എന്ന് വരുത്തി തീർത്ത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്. അതുകൊണ്ട് റീൽസ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു കേസായിട്ട് ഇതിനെ കാണേണ്ടതില്ല. കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ, വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആര് സംരക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന പ്രശ്നമില്ല. പിന്നെ ഇവർ കുറേ ആളുകളെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പരാതി കേരളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമമാണ് ജനൻ TV. ആ ജനൻ TVയിലെ ഒരു മേധാവി ഉൾപ്പെടെ ഈ ഇരയെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആരാണ് എന്താണെന്നൊക്കെ പിന്നീട് പറയാം. അതുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കാൻ വരുന്ന ആളുകളൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആവശ്യമുള്ള പണിക്ക് നിന്നാൽ മതി, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കേണ്ടതില്ല.